സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമാം. എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധ അഥ ദശമോധ്യായ. ശ്ലോകം 23. ഉലൂഖല ബന്ധനമാണ് നാം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നള കൂപര മണിഗ്രീവന്മാർക്ക് എങ്ങനെയാണ് ശാപം കിട്ടിയത്, നാരദൻ എന്തിനാണ് ശപിച്ചത് എന്നുള്ളതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്തത്. ഇന്ന് അവർക്ക് എങ്ങനെയാണ് മോക്ഷം കിട്ടുന്നത് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. ശ്ലോകം നോക്കാം. 23-ാമത്തെ ശ്ലോകം. ഒന്നമോ ഭഗവതേ വാസുദേവായ ശ്രീശുവാച ഏവമുക്ത്വാ സ ദേവർഷേർ ഗതോ നാരായണാശ്രമം നളകൂപരമണിഗ്രീവ ആസദുര്യമളാർജുനോ. പദച്ഛേദം. ഏവം മുക്ത്വാ സ ദേവർഷി ഗതഃ നാരായണ ആശ്രമം നളകൂപര മണിഗ്രീവൗ ആസദുഹു യമളാർജുനൗ. ഏവ ഇപ്രകാരം ഉക്ത്വ പറഞ്ഞിട്ട് സ ദേവർഷി ആ ദേവർഷി നാരായണാശ്രമം നാരായണ മഹർഷിയുടെ ആശ്രമത്തെ പ്രാപിച്ചു. എന്തോന്ന് പറഞ്ഞിട്ട്, അതായത് നിങ്ങൾ മതം കൊണ്ട് മത്തരായിരിക്കുന്ന നിങ്ങൾ മരുത്തുമരങ്ങളായി തീരട്ടെ. 100 ദേവസംവത്സരം കഴിയുമ്പോൾ ഭഗവാൻ വാസുദേവന്റെ സ്പർശനത്താൽ നിങ്ങൾക്ക് മുക്തി കിട്ടും, നിങ്ങൾക്ക് ഭക്തിയും ഉണ്ടാകും എന്ന് പറഞ്ഞിട്ട് ദേവർഷി നാരായണാശ്രമം നാരായണ മഹർഷിയുടെ ആശ്രമത്തെ ഗതഹ പ്രാപിച്ചു. നളകൂപര മണിഗ്രീവവും നളകൂപരനും മണിഗ്രീവനും യമളാർജുനവും യമളാർജുന വൃക്ഷമായിട്ട്, അതായത് മരുത്ത് മരങ്ങളായിട്ട് എവിടെ ഗോകുലത്തിൽ സ്ഥിതി ചെയ്തു. അപ്പോൾ നാരദന്റെ അശാപം ഫലിച്ചു. അവർ ഉടനെ തന്നെ ഗോകുലത്തിൽ മരുത്തുമരങ്ങളായി ഭവിച്ചു. ശ്ലോകം 23. ഏവമുക്ത്വാ സ ദേവർഷേർ ഗതോ നാരായണാശ്രമം നളകൂപരമണിഗ്രീവൗ ആസദോർയമളാർജുനൗ. 24. ഋഷേർ ഭാഗവത മുഖ്യസ്യ സത്യം കർത്തൃം വജോ ഹരിഃ ജഗാമ ശനൈകൈസ്തത്ര യത്രാസ്താമ്യമളാർജുനൗ. ഋഷേः ഭാഗവത മുഖ്യസ്യ സത്യം കർത്തൃം വജഃ ഹരിഃ ജഗാമ ശനകൈഃ തത്ര യത്ര ആസ്താം യമള അർജുനൗ. ഭാഗവത മുഖ്യസ്യ ഭഗവത് ഭക്തന്മാരിൽ വെച്ച് അഗ്രഗണ്യനായിരിക്കുന്ന ഋഷേഹേ ആ നാരദ മഹർഷിയുടെ വചഹ വാക്കിനെ സത്യം കർത്തൃം സത്യമാക്കി തീർക്കാൻ ഹരിഹി കൃഷ്ണൻ യമളാർജുനവും യമളാർജുന മരങ്ങൾ എത്ര ഏത് ദിക്കിൽ ആസ്താം നിൽക്കുന്നുവോ തത്ര അവിടെ ശനകൈഹി മെല്ലെ മെല്ലെ ജഗാമ ഗമിച്ചു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് എങ്ങനെയാണ് നാരദൻ ശപിച്ചത്, എന്തിനാണ് ശപിച്ചതെന്നാണ്. പക്ഷെ അതിനു മുമ്പേ പഠിച്ചത് കൃഷ്ണൻ ആ തൈര് കലം ഉടയ്ക്കുന്നു, എന്നാ തലേ ദിവസത്തെ തൈരിനെടുത്ത് കഴിക്കുന്നു, ഉരലിന്റെ മുകളിൽ കയറി, എന്നിട്ട് കുരങ്ങുകൾക്കൊക്കെ കൊടുക്കുന്നു. യശോദ വന്ന് കണ്ട് യശോദ ഭഗവാനെ എന്ത് ചെയ്തു, പിടിച്ച് ഉരലിൽ കെട്ടിയിടുകയാണ്. ഉരലിൽ കെട്ടിയിട്ടിട്ട് യശോദ എന്ത് ചെയ്തു, മറ്റു ജോലിയൊക്കെ ചെയ്യാനായിട്ട് പോയി. അപ്പൊ ഭഗവാൻ എന്ത് ചെയ്തു, ഭഗവാൻ എല്ലാം അറിയാമല്ലോ, ഇവിടെ രണ്ടുപേരെന്റെ മോക്ഷം കാത്ത് വെളിയിൽ നിൽപ്പുണ്ട് എന്ന് മനസ്സിലാക്കിയ ഭഗവാൻ എന്ത് ചെയ്തു, പതുക്കെ ശനകൈഹി മെല്ലെ മെല്ലെ ഈ ഉരലില് കയറ് കെട്ടി ഉരലിൽ കെട്ടിയിട്ടിരിക്കുകയാണ് കൃഷ്ണനെ. അപ്പൊ കൃഷ്ണൻ എന്ത് ചെയ്തു, പതുക്കെ ഉരലും വലിച്ചു കൊണ്ടുപോയി. പതുക്കെ എന്ന് പറഞ്ഞ എന്താണ്, ഉറച്ച് ശബ്ദം ഉണ്ടായാൽ അമ്മ കേൾക്കും, അമ്മ സമ്മതിക്കൂല വെളിയിൽ പോകാൻ. അതുകൊണ്ട് പതുക്കെ ഇതും വലിച്ചുകൊണ്ട് എവിടെ പോയി, ഈ മരുത്തുമരങ്ങൾ, ഈ നളകൂപരന്മാർ മരുത്തുമരങ്ങളായി നിൽക്കുകയില്ലേ, അവിടെ ഓട്ട് പതുക്കെ ഉരലും വലിച്ചുകൊണ്ട് പോവുകയാണ്. ശ്ലോകം 24. ഋഷേർ ഭാഗവത മുഖ്യസ്യ സത്യം കർത്തൃം വജോ ഹരിഃ ജഗാമ ശനകൈസ്തത്ര യത്രാസ്താമ്യമളാർജുനൗ. ശ്ലോകം 25. ദേവർഷർമേ പ്രിയതമോ
യതിമൗ ധനതാത്മജൗ തത്തഥാ സാധയിഷ്യാമി യദ്ഗീതം തന്മഹാത്മനാം. യാതൊന്ന് ഹേതുവായിട്ട് ദേവർഷി നാരദൻ മേ എനിക്ക് പ്രിയതമ ഏറ്റവും പ്രിയപ്പെട്ടവൻ, ഇമൗ ഇവർ ധനതാത്മജോ കുബേരന്റെ പുത്രന്മാർ. അപ്പൊ ഇവരും എനിക്ക് പ്രിയപ്പെട്ടവർ തന്നെ, കുബേരന്റെ പുത്രന്മാരാണ്. മറ്റത് എന്റെ ഭക്തനാണ് നാരദൻ. അത് ഹേതുവായിട്ട് മഹാത്മനാൻ മഹാത്മാവിനാൽ യാതൊന്ന് ഗീതം ഗാനം ചെയ്യപ്പെട്ടുവോ അത് യഥാപ്രകാരം സാധയിഷ്യാമി സാധിപ്പിക്കുന്നു. അതായത് നാരദൻ എന്താണ് ഇവരോട് പറഞ്ഞത്? വാസുദേവൻ 100 വർഷം കഴിയുമ്പോൾ, ദേവർഷം കഴിയുമ്പോൾ വാസുദേവൻ വരും, വാസുദേവന്റെ സ്പർശനം കൊണ്ട് നിങ്ങൾക്ക് മോക്ഷം കിട്ടുമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ നാരദന്റെ വാക്കിനെ, ആ മഹത്തുക്കളുടെ വാക്കിനെ അവഗണിക്കാൻ പറ്റുകയില്ല. എന്റെ ഭക്തനാണ്. അപ്പോ ഇവരാണെങ്കിലോ ഇവർ രണ്ടുപേരും കുബേരന്റെ പുത്രന്മാരാണ്. അപ്പൊ അതുകൊണ്ട് എന്റെ ആ പ്രിയപ്പെട്ട ഭക്തന്റെ വാക്കിനെ സഫലമാക്കണം. അതിനാൽ ഞാനിതാ ഇപ്പോ അവരെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോ ആ ഭക്തന്റെ വാക്കിന് വില കൽപ്പിച്ചുകൊണ്ടാണ് ഭഗവാൻ അതിനെ സത്യമാക്കാൻ വേണ്ടി ഭഗവാൻ അതാ മരത്തിന്റെ അടുത്തേക്ക് പോകുന്നു. ശ്ലോകം 25. ദേവർഷർമേ പ്രിയതമോ യതിമൗ ധനതാത്മജോ തത്തഥാ സാധയിഷ്യാമി യദ്ഗീതം തന്മഹാത്മന. ശ്ലോകം 26. ഇത്യന്തരേണാർജുനയോ കൃഷ്ണസ്തു യമയോർയയോ ആത്മനിർവേശമാത്രേണ തിര്യഗതം ഉലൂഖലം. ഇതി അന്തരേണ അർജുനയോഹോ കൃഷ്ണഃ തു യമയോഹോ യയൗ ആത്മനിർവേശ മാത്രേണ തിര്യഗതം ഉലൂഖലം. ഇതി എന്ന് വിചാരിച്ചിട്ട് കൃഷ്ണഃ തു കൃഷ്ണനാവട്ടെ എന്തോന്ന് വിചാരിച്ചിട്ട് എന്റെ ഭക്തന്റെ വാക്കിനെ സഫലമാക്കണം എന്ന് വിചാരിച്ചിട്ട് യമയോഹോ ഒപ്പം മുളച്ചു നിന്ന അർജുനയോഹോ മരുത്തുമരങ്ങൾ, 2 മരങ്ങളും അടുത്തടുത്ത് ചേർന്ന് നിൽക്കുകയാണ്. അവയുടെ അന്തരേണ മധ്യത്തിൽ, രണ്ടും കൂടെ അടുത്തടുത്ത് ചേർന്ന് നിൽക്കുമ്പോൾ അവയുടെ ഇടയിൽ കൂടി മധ്യത്തിൽ യയോ പ്രാപിച്ചു, ഇടയിൽ കൂടി പ്രാപിച്ചു. എങ്ങനെയാണ്? ആത്മനിർവേശ മാത്രേണ തന്റെ പ്രവേശം കൊണ്ട് തന്നെ ഉലൂഖലം ഉരൽ തിരിയഗതം വിലങ്ങനെയായി. ഭഗവാൻ കയറിയതും ഉരലെങ്ങനെ 2 മരങ്ങളെ എന്നിട്ട് വിലങ്ങനെ ഇങ്ങനെയായി. ഭഗവാൻ അങ്ങോട്ട് മുമ്പോട്ട് കയറി, ഉരൽ ബാക്കിൽ നിന്നല്ലേ വരുന്നത്. 2 മരങ്ങളുടെ ഇടയിൽ വിലങ്ങനെ ഇങ്ങനെ അത് നിന്നു. അതെന്താണ്? ഭഗവാന്റെ ഇച്ഛ കൊണ്ടാണത്. ആത്മനിർവേശ മാത്രേണ ഭഗവാൻ അങ്ങനെ ഇച്ഛിച്ചു. എന്നുവെച്ചാൽ 2 മരങ്ങൾ ഒന്നിച്ച് വീണമെങ്കിൽ ഉരല് നേരെ കൊണ്ടുപോയി ആ മരത്തിന്റെ ഇടയിൽ കൂടെ അങ്ങ് കൊണ്ടുപോയാൽ എന്ത് ചെയ്യും? മരം അങ്ങനെ തന്നെ നിൽക്കും. ഇതങ്ങനെയല്ല, വിലങ്ങനെ നിന്ന് വച്ചിട്ട് ഭഗവാൻ ഫ്രണ്ടിൽ ചെന്ന് വലിക്കുകയാണ്. അപ്പൊ അങ്ങനെ ഭഗവാന്റെ ഇച്ഛ പ്രകാരം ആത്മനിർവേശ മാത്രേണ ആ ഭഗവാന്റെ ഇച്ഛ അനുസരിച്ച് ആ ഉരല് എങ്ങനെയായി? വിലങ്ങനെ വന്നു. ശ്ലോകം 26. ഇത്യന്തരേണാർജുനയോ കൃഷ്ണസ്തു യമയോർയയോ ആത്മനിർവേശ മാത്രേണ തിര്യഗതമുലൂഖലം. ശ്ലോകം 27. ബാലേന നിഷ്കർഷതയാ അന്യഗലുലൂഖലം ദാമോദരേണ തരസോത്കലിതാംഘ്രിബന്ധോ നിഷ്പേദോ പരമവിക്രമിതാതിവേപ സ്കന്ദപ്രവാള വിടവൗ കൃതചണ്ഡ ശബ്ദൗ. പദച്ഛേദം. ബാലേന നിഷ്കർഷയത അന്യൊക് ഉലൂഖലം തത് ദാമോദരേണ തരസ ഉത്കലിത അംഘ്രി ബന്ധൗ നിഷ്പേദതുഃ പരമ വിക്രമിത അതിവേപ സ്കന്ദ പ്രവാള വിടവൗ കൃത ചണ്ഡ ശബ്ദൗ. ബാലേന നിഷ്കർഷയത അന്യൊക് ഉലൂഖലം തത് അന്യൊക് വിലങ്ങനെ കിടക്കുന്ന തത് ഉലൂഖലം ആ ഉരലിനെ തരസാ പെട്ടെന്ന് തന്നെ ബലത്താൽ നിഷ്കർഷയത വലിക്കുന്നവന് വലിയ നല്ല ബലം കൊടുത്ത് അതിനെ അങ്ങ് വലിച്ചു. ബാലേന കുട്ടിയായിരിക്കുന്ന ദാമോദരനാൽ, അതായത് ഉരസിൽ കെട്ടിയിരിക്കുന്നതുകൊണ്ട് ദാമോദരൻ, വയറിൽ ദാമം കെട്ടിയിരിക്കുന്നതുകൊണ്ട് ദാമോദരൻ.
ഉദരത്തിൽ, അതാണ് ദാമോ ഉദരേണ. ദാമം ഉദരേണ, വയറിൽ ദാമം കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ദാമോദരൻ. ആ ദാമോദരനാൽ ഉത്കലിതാംഘ്രി ബന്ധവും, വേരോടെ പിഴുതെടുത്ത കൃതചണ്ഡ ശബ്ദവും. അപ്പോൾ ഇങ്ങനെ വലിയ നല്ല ബലത്തോടെ വലിച്ചപ്പോൾ എന്ത് ചെയ്തു? ഇത് വേരോടെ കടപുഴകി വീണു, വൃക്ഷങ്ങൾ രണ്ടും. കൃതചണ്ഡ ശബ്ദവും. അപ്പൊ രണ്ട് വൃക്ഷങ്ങളും ഒന്നിച്ചു മറിഞ്ഞു വീണുമ്പോഴോ വലിയ ശബ്ദം. പരമ വിക്രമിത അതിവേപ സ്കന്ധ പ്രവാള വിടവവും. പരമവിക്രമിത, ആ പരമന്റെ വിക്രമത്താൽ, ആ ഭഗവാന്റെ വിക്രമത്താൽ ഏറ്റവും ചലിച്ചിരിക്കുന്ന അതിവേപ സ്കന്ധ. സ്കന്ധ എന്ന് വെച്ചാൽ അതിന്റെ വലിയ തടി, പ്രവാള ഇലകൾ, വിടവ് കൊമ്പുകൾ, ഇലകളും കൊമ്പുകളും വലിയ തടിയെല്ലാം കൂടി മരങ്ങളും നിഷ്പേദതു പുഴങ്ങി വീണു, കടപുഴകി വീണു. അതായത് വേരോടെ പിഴുത് രണ്ട് വൃക്ഷങ്ങളും മറിഞ്ഞങ്ങ് വീണു. ഇപ്പോൾ ഭഗവാന് ദാമോദരൻ എന്ന പേര് കിട്ടിയത് ഇവിടെ പറയുന്നു. എന്താണ്? ഉരലോട് ചേർത്ത് വയറിൽ കയർ കെട്ടിയതുകൊണ്ട് ദാമോദരൻ. ദാമമെസ്യ ഉദരേ ഇതി ദാമോദര. ബാലേന നിഷ്കർഷയതാന്യകുലൂകലം ദാമോദരേണ തരസോ ഉത്കലിതാംഘ്രിബന്ധോ നിഷ്പേദതോ പരമവിക്രമിത അതിവേപ സ്കന്ധപ്രവാള വിടവോ കൃതചണ്ഡ ശബ്ദോ. ശ്ലോകം 28. തത്ര ശ്രിയാ പരമയാ കകുഭ സ്ഫുരന്തോ സിദ്ധാവുപേത്യ കുജയോരിവ ജാതവേദ കൃഷ്ണം പ്രണമ്യ ശിരസാഖില ലോകനാഥം ബദ്ധാഞ്ജലി വിരജസാവ് ഇദം ഊചതു സ്മ. തത്ര ശ്രിയാ പരമയാ കകുഭഃ സ്ഫുരന്തൗ സിദ്ധൗ ഉപേത്യ. അതാണ് സിദ്ധാവ് ഉപേത്യ. സിദ്ധൗ ഉപേത്യ കൂജയോഹോ ഇവ ജാതവേദാഹ കൃഷ്ണം പ്രണമ്യ ശിരസ അഖിലലോകനാഥം ബദ്ധാഞ്ജലി വിരജസാവിദം ഊജതു. വിരജസൗ പ്ലസ് ഇദം പ്ലസ് ഊജതുഹു സ്മ. പരമയ ഉത്കൃഷ്ടമായ ശ്രീയ കാന്തിയാൽ തത്ര അവിടെ കൂജയോഹോ വൃക്ഷങ്ങളിൽ നിന്ന് ജാതവേദായിവ അഗ്നി എന്ന പോലെ, അതാ വൃക്ഷത്തിൽ നിന്നും ഒരു അഗ്നി ജ്വാല വരുന്നത് പോലെ കകുപ ദിക്കുകളെ സ്ഫുരന്തവും പ്രകാശിപ്പിക്കുന്ന സിദ്ധന്മാരായ രണ്ടുപേർ ഉപേത്യ പ്രാപിച്ചു. വൃക്ഷങ്ങളിൽ നിന്ന് അഗ്നി വരും പോലെ രണ്ടുപേർ നല്ല പ്രകാശത്തോടുകൂടി രണ്ടുപേർ വന്നു. വിരജസവും രജോ ഗുണ കാര്യമായ അഹങ്കാരമില്ലാത്തവരായി ബദ്ധാഞ്ജലി കൈകൂപ്പിക്കൊണ്ട് അഖില ലോകനാഥം സകല രക്ഷകർത്താവായിരിക്കുന്ന കൃഷ്ണനെ ശിരസ് കൊണ്ട് പ്രണമിച്ചിട്ട് ഇതിനെ ഊജതു പറഞ്ഞു സ്മ പരമാർത്ഥം. അപ്പൊ അവര് രണ്ടുപേരും ആ വൃക്ഷത്തിൽ നിന്ന് ഇങ്ങനെ അഗ്നിജ്വാല വരുന്നത് പോലെ നല്ല പ്രകാശമാനമായിട്ട് വന്നിട്ട് തൊഴുകയോടുകൂടി കൃഷ്ണനെ പ്രാർത്ഥിക്കുന്നു. അപ്പൊ അടുത്തത് 29 മുതൽ 38 വരെ ഈ നളകുബര മണിഗ്രീവന്മാരുടെ സ്തുതിയാണ്. ഭഗവാനെ അവർ സ്തുതിക്കുന്നതാണ്. ഈ ശ്ലോകം ഒന്നുകൂടെ വായിക്കാം. തത്ര ശ്രിയാ പരമയാ കകുപസ്ഫുരന്തോ സിദ്ധാവുപേദ്യ കുജയോറിവ ജാതവേദ കൃഷ്ണം പ്രണമ്യ ശിരസാഖില ലോകനാഥം ബദ്ധാഞ്ജലി വിരജസാവിദം ഊജതുസ്മ. ഇനി സ്തുതിയാണ്. ശ്ലോകം 29. കൃഷ്ണ കൃഷ്ണ മഹായോഗിൻ ത്വമാദ്യ പുരുഷ പരഃ വ്യക്തമിദം വിശ്വം രൂപം ദേ ബ്രാഹ്മണ വിദുഹു. കൃഷ്ണ കൃഷ്ണ, ഹേ കൃഷ്ണ കൃഷ്ണ, മഹായോഗിൻ മഹായോഗിയായുള്ളവനെ, ത്വം നിന്തിരുവടി പരമഹ ഉത്കൃഷ്ടനായ പുരുഷ, ഉത്കൃഷ്ടനായ പുരുഷനും ആദ്യ ആദിയിലേ ഉള്ളവനും. ഭഗവാൻ ആദ്യനാണ്, ആദിയിലേ ഉള്ളവനും എപ്പോഴും ഉള്ളവനാണ്. ഇതം ഈ വ്യക്തവും അവ്യക്തവുമായ സ്ഥൂലവും സൂക്ഷ്മവുമായിരിക്കുന്ന വിശ്വം ലോകം തേ നിന്തിരുവടിയുടെ രൂപം സ്വരൂപം എന്ന് ബ്രഹ്മജ്ഞാനികൾ വിദുഹു അറിയുന്നു. അപ്പൊ ഈ സമസ്ത ലോകവും അങ്ങയുടെ ആ രൂപം തന്നെയാണ്. വിരാട് പുരുഷൻ, ഈ 14 ലോകങ്ങളും വിരാട് പുരുഷന്റെ അവയവങ്ങളായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ശിരസ് ബ്രഹ്മലോകം, കാല് പാതാളം, ഇതിന്റെ ഇടയിലുള്ളത് ബാക്കി എല്ലാ ലോകങ്ങളും നമ്മൾ നേരത്തെ പഠിച്ചു, നാരായണീയത്തിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഭഗവാന്റെ ഓരോ അവയവങ്ങളും ഓരോ ലോകമായിട്ടാണ്
കണക്കാക്കിയിരിക്കുന്നത്. ലോകത്തിലുള്ള പ്രപഞ്ചത്തിലുള്ള സകല വസ്തുക്കളും ഭഗവാൻ തന്നെ, ഭഗവത് സ്വരൂപം തന്നെയാണ്. കൃഷ്ണ കൃഷ്ണ മഹായോഗി സ്തോമാദ്യ പുരുഷപര വ്യക്താവ്യക്തമിതം വിശ്വം രൂപം ദേ ബ്രഹ്മണ വിദു. ശ്ലോകം 30. ത്വമേക സർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വര ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വരഃ. ത്വം ഏകഃ സർവഭൂതാനാം ദേഹ അസു ആത്മ ഇന്ദ്രിയേശ്വര ദേഹാസ്വാത്മേന്ദ്രിയേശ്വര ദേഹ അസു ആത്മ ഇന്ദ്രിയ ഈശ്വര. ത്വം ഏവ കാലഃ ഭഗവാൻ വിഷ്ണുഃ അവ്യയ ഈശ്വരഃ. അപ്പൊ ത്വം ഏക, അങ്ങ് ഏകനാണ്. ഏകനും സർവഭൂതാനാം സകല ഭൂതങ്ങളുടെയും ദേഹങ്ങൾ, അസു പ്രാണങ്ങൾ, ആത്മ അഹങ്കാരങ്ങൾ, പിന്നെ ഇന്ദ്രിയങ്ങൾ ഇവയുടെ നിയന്താവാണ്. അപ്പൊ എല്ലാ ലോകത്തിലെയും എല്ലാ ജീവജാലങ്ങളുടെയും ദേഹത്തിന്റെയും പ്രാണത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഇന്ദ്രിയങ്ങളുടെ നിയന്താവ് അങ്ങാണ്. ത്വമേവ, അങ്ങ് തന്നെ കാലഹ, കാലവും ഭഗവാൻ അനന്തൈശ്ച, ഭഗവാൻ എന്ന് പറഞ്ഞാൽ എന്തിനാണ്? 6 ഗുണങ്ങളുള്ളവൻ, എല്ലാ ഐശ്വര്യങ്ങളുമുള്ളവനും, വിഷ്ണുഹു സർവവ്യാപിയും, അവ്യയ വൃത്തിക്ഷയങ്ങളൊന്നുമില്ലാതെ നാശമില്ലാത്തവനായ, വികാരമില്ലാത്തവനായ ഈശ്വര സർവനിയന്താവും അങ്ങയാകുന്നു. അപ്പൊ സർവവ്യാപിയായ ഭഗവാൻ നിർവികാരാത്മകനാണ്, നിർവികാര സ്വരൂപനാണ്. അപ്പൊ ഭഗവാൻ തന്നെയാണ് കാലവും. ഭഗവാന്റെ ലീലാശക്തി തന്നെയാണ് കാലമെന്നറിയപ്പെടുന്നതും. ശ്ലോകം 30. ത്വമേവ സർവഭൂതാനാം ദേഹാസ്വാത്മേന്ദ്രിയേശ്വരഃ ത്വമേവ കാലോ ഭഗവാൻ വിഷ്ണുരവ്യയ ഈശ്വരഃ. ശ്ലോകം 31. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ രജസത്വതമോമയി ത്വമേവ പുരുഷോധ്യക്ഷ സർവക്ഷേത്ര വികാരവേത്. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ രജഃ സത്വ തമഃ മയി രജസ്തത്വതമോമയി ത്വം ഏവ പുരുഷഃ അധ്യക്ഷഃ സർവക്ഷേത്ര വികാരവേത്. ത്വം, അങ്ങ് തന്നെയാണ് മഹാൻ, മഹത്തത്വം. അതായത് സൃഷ്ടിയുടെ ആദ്യം മായയിൽ നിന്നുണ്ടാകുന്നത് മഹത്തത്വമാണ്. പിന്നെ മഹത്തത്വമാണ് അഹങ്കാര തത്വമായിട്ട് മാറിയിട്ട് അതാണ് രജോ ഗുണം, സത്വഗുണം, രജോ ഗുണം, തമോ ഗുണം എന്നീ 3 ഗുണങ്ങളായി മാറുന്നത്. പിന്നെ അതിൽ നിന്നാണ് ഇന്ദ്രിയങ്ങളും ഇന്ദ്രിയാധിഷ്ഠാന ദേഹങ്ങളും ദേവതകളും പഞ്ചഭൂതങ്ങളും എല്ലാം ഉണ്ടാകുന്നത്. അപ്പൊ ത്വം, അങ്ങ് തന്നെയാണ് മഹത്തത്വം. രജസ് തത്വ തമോമയി, രജസ് സത്വ രജസ് തമോ എന്നീ ഗുണങ്ങളാകുന്ന സ്വരൂപത്തോട് കൂടിയവനും സൂക്ഷ്മ, അധികം സൂക്ഷ്മ രൂപിണിയായ പ്രകൃതി. അപ്പോൾ ഭഗവാൻ സൃഷ്ടിക്ക് വേണ്ടി ഇച്ഛിക്കുമ്പോൾ പ്രകൃതിയിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടാകുന്നത്, മായയിൽ നിന്ന്. അപ്പൊ പ്രകൃതി എന്ന് പറയുന്നതും ഭഗവാൻ തന്നെയാണ്. സർവക്ഷേത്ര വികാരവിത്ത്. സർവക്ഷേത്രം എന്ന് വെച്ചാൽ ഇവിടെ ദേഹം, ഇന്ദ്രിയങ്ങൾ, അന്ധകരണങ്ങൾ ഇവയുടെ ബഹുവിധ മാറ്റങ്ങളെ അറിയുന്നവനും. അപ്പോൾ ഭഗവാൻ എല്ലാത്തിനും സാക്ഷിയാണ്. നമ്മുടെ ഉള്ളിലിരുന്ന് ഓരോന്നിനെയും നിയന്ത്രിക്കും. ഇനി വിശ്വത്തിലാണെങ്കിലും അവിശ്വപ്രാണനാണ്. എല്ലാത്തിനെയും, വിശ്വത്തിൻ്റെയും നിയന്താവ് ഭഗവാൻ തന്നെ. ഓരോരുത്തരുടെ ഉള്ളിലിരുന്ന് നിയന്ത്രിക്കുന്നതും ഭഗവാൻ തന്നെ. എല്ലാം അറിയുന്നവനും അധ്യക്ഷത നാഥനുമായ പുരുഷനും ത്വം അങ്ങ് തന്നെ. അപ്പൊ എല്ലാത്തിൻ്റെ നിയന്താവ് അങ്ങ് തന്നെയാണ്. പ്രകൃതിയുടെയും മഹത്തത്വത്തിൻ്റെയും ആ ഗുണങ്ങളുടെയും എല്ലാത്തിൻ്റെയും ഇന്ദ്രിയങ്ങളുടെ എല്ലാം നിയന്താവ് അങ്ങ് തന്നെയാണ്. ശ്ലോകം 31. ത്വം മഹാൻ പ്രകൃതി സൂക്ഷ്മ രജസത്വതമോമയി ത്വമേവ പുരുഷോധ്യക്ഷ സർവക്ഷേത്ര വികാരവേത്. ശ്ലോകം 32. ഗൃഹ്യമാണൈസ്ത്വം അഗ്രാഹ്യോ വികാരൈ പ്രാകൃതൈ ഗുണൈഃ കോ നു ഇഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംഹൃതാം. ഗൃഹ്യമാണൈഃ ത്വം അഗ്രാഹ്യഃ വികാരൈഃ പ്രാകൃതൈഃ ഗുണൈഃ കഹ നു ഇഹ അർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംഹൃതഃ. പ്രാകൃതൈഃ പ്രകൃതിയെ സംബന്ധിച്ചവയും ഗുണൈഃ ഗുണകാര്യങ്ങളും ഗൃഹ്യമാണ് ഗ്രഹിക്കപ്പെടുന്നവയുമായ വികാരങ്ങളാൽ ത്വം നിന്തിരുവടി അഗ്രാഹ്യ ഗ്രഹിക്കാൻ കഴിയാത്തവനാകുന്നു. അപ്പോൾ
ഈശ്വരൻ എല്ലാമായി വിളങ്ങുന്നവനാണ്, നിർവികാരിയുമാണ്. ഭഗവാനെ പെട്ടെന്ന് ആർക്കും ഗ്രഹിക്കാൻ കഴിയുകയില്ല. ഗുണസമൃദ്ധ, ഗുണങ്ങളാൽ മൂടപ്പെട്ട കഹ, യാതൊരുവൻ അങ്ങ് ഗുണങ്ങളാൽ മൂടപ്പെട്ടിരിക്കുക, മായയാൽ മൂടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങയെ ആർക്കും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. പ്രാക്സിദ്ധം, ഗുണങ്ങൾക്ക് മുമ്പേ തന്നെ ഇരിപ്പുള്ളതിനെ വിജ്ഞാതം, അറിയുന്നവനായിക്കൊണ്ട് ഇഹ ഈ സംസാരത്തിൽ അർഹിക്കുന്നു. അപ്പോ ഗുണോൽപ്പന്നമായ ബുദ്ധിയാദി ഇന്ദ്രിയങ്ങളാൽ മൂടപ്പെട്ടിരിക്കുന്ന ജീവന് ഗുണോൽപ്പത്തിക്ക് മുമ്പുള്ള അങ്ങയെ അറിയാൻ കഴിയുകയില്ല. കാരണം ഇപ്പോൾ സൂര്യനിൽ നിന്ന് പ്രകാശം വന്ന് ചൂട് വന്ന് അതിൽ നിന്നാണ് ആ ചൂട് വെള്ളത്തെ ആവിയാക്കി മേഘമായി മാറുന്നത്. പക്ഷെ ആ മേഘം എന്ത് ചെയ്യും? ചിലപ്പോൾ സൂര്യനെ അങ്ങ് മറയ്ക്കും. അതുപോലെയാണ് ഭഗവാനിൽ നിന്നുണ്ടായ ഗുണങ്ങൾ ആ ഭഗവാനെ മറയ്ക്കുന്നു, അല്ലെങ്കിൽ മായ കൊണ്ട് ആവൃതമായിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ അറിയാൻ ആർക്കും കഴിയുകയില്ല. ശ്ലോകം 32. ഗൃഹ്യമാണൈസ്ത്വമഗ്രാഹ്യോ വികാരൈ പ്രാകൃതൈ ഗുണൈഃ കോന്നു ഇഹാർഹതി വിജ്ഞാതും പ്രാക്സിദ്ധം ഗുണസംവൃതഃ. ശ്ലോകം 33. തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ ആത്മദ്യോത ഗുണൈർച്ഛന്ന മഹിംനേ ബ്രഹ്മണേ നമഃ. തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ ആത്മദ്യോത ഗുണൈഃ ഛന്നഃ മഹിംനേ ബ്രഹ്മണേ നമഃ. ആത്മദ്യോത ഗുണൈഃ, ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്ന ഗുണങ്ങളാൽ ഛന്ന മഹിംനെ, മറയ്ക്കപ്പെട്ട മഹിമാവോടു കൂടിയവയും ഭഗവതേ, ഭഗവാനായും വാസുദേവായ, വസുദേവന്റെ പുത്രനായും, വസുദേവന്റെ പുത്രനായതുകൊണ്ടാണ് വാസുദേവൻ, വേദസേ സൃഷ്ടികർത്താവായും, ബ്രഹ്മണെ ബ്രഹ്മമായും ഇരിക്കുന്ന തസ്മൈ തുഭ്യം, അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. അപ്പൊ അങ്ങയെ അറിയപ്പെടാൻ സാധിക്കുകയില്ല, അങ്ങയ്ക്ക് ഞാൻ നമസ്കരിക്കുന്നു. ഇപ്പൊ ഗുണങ്ങൾ കൊണ്ട് മറയ്ക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് ഭഗവാനാണ്, വസുദേവന്റെ പുത്രനാണ്, സൃഷ്ടികർത്താവാണ്, ബ്രഹ്മമായിട്ടും ഇരിക്കുന്ന അങ്ങയ്ക്കായിക്കൊണ്ട് നമസ്കാരം. തസ്മൈ തുഭ്യം ഭഗവതേ വാസുദേവായ വേധസേ ആത്മദ്യോത ഗുണൈർച്ഛന്ന മഹിംനേ ബ്രഹ്മണേ നമഃ. 34. യസ്യാവതാര ന്യായന്തേ ശരീരേഷു അശരീരിണഃ സ്ഥൈസ്തൈർ അതുല്യാതിശയൈർ വീരേർദേഹിഷ്വ അസംഗതൈഃ. യസ്യ അവതാര ന്യായന്തേ ശരീരേഷു അശരീരിണഃ തൈഃ അതുല്യ അതിശയൈഃ വീര്യൈഃ ദേഹിഷു അസംഗതൈഃ. അതുല്യ അതിശയൈഃ, അതുല്യമായ അതിശയം, അതായത് സാമ്യവും ആധിക്യവും ഇല്ലാത്തതും, ഭഗവാന്റെ കാര്യങ്ങൾ ഒന്നിനോട് ഉപമിക്കാൻ സാധിക്കുകയില്ല. അനുപമിതം എന്ന് നാരായണീയത്തിൽ പറയും, ഒന്നിനോട് ഉപമിക്കാൻ സാധിക്കുകയില്ല. സാമ്യവും ആധിക്യവും ഇല്ലാത്തതും, ദേഹിഷു സാധാരണ ദേഹികളിൽ, അസംഗതൈഹി ചേർച്ചയില്ലാത്തതും, തൈഹി അതത് വീര്യൈ പരാക്രമം കൊണ്ട്, ശരീരേഷു ശരീരങ്ങളിൽ, അശരീരിണ ശരീരമില്ലാത്ത യസ്യ ഏതൊരുവന്റെ അവതാരങ്ങൾ ന്യായന്തേ അറിയപ്പെടുന്നു. അപ്പോൾ ഭഗവാനെ ഒന്നിനോട് സാദൃശ്യപ്പെടുത്താൻ സാധിക്കുകയില്ല. ഏകമദ്വയമാണ്, രണ്ടില്ലാത്ത ഒന്നാണ് ഭഗവാൻ. പക്ഷെ അങ്ങ് എന്ത് ചെയ്യുന്നു? അസാധാരണമായ ഓരോ പരാക്രമങ്ങൾ കാണിക്കുന്നു. ഈ പരാക്രമങ്ങൾ പ്രാകൃത ശരീരങ്ങളിൽ കാണപ്പെടുകയില്ല. അതുകൊണ്ട് ശരീരമില്ലാത്തവനാണെങ്കിലും അങ്ങ് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടി ശരീരം സ്വീകരിച്ചിരിക്കുന്നു. പരിത്രാണായ സാധൂനാം വിനാശായ ച ദുഷ്കൃതാം. ഭഗവാൻ അതിനാണ് അവതരിക്കുന്നത്. അതുകൊണ്ട് അപ്രാകൃത പരാക്രമ ലക്ഷണങ്ങളാൽ അങ്ങ് മഹാവിഷ്ണുവിന്റെ പൂർണ്ണ അവതാരം തന്നെയാണ്. 34. യസ്യാവതാര ന്യായന്തേ ശരീരേഷു അശരീരിണഃ തൈസ്തൈരതുല്യാതിശയൈർ വീരേർദേഹേഷു സംഗതൈഃ. ശ്ലോകം 35. സ ഭഗവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോ അംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം.
സഹ ഭഗവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണഃ അംശഭാഗേന സാമ്പ്രതം പതിഹി ആശിഷാം. അനുഗ്രഹങ്ങളുടെ പതിഹി സ്വാമിയായിരിക്കുന്ന സഹഭഗവാൻ, ആ ഭഗവാൻ സർവലോകസ്യ സകല ലോകത്തിൻ്റെയും ഭവായ അനുഗ്രഹത്തിനായിക്കൊണ്ട് വിഭവായ മുക്തിക്കായിക്കൊണ്ടും അംശഭാഗേന പരിപൂർണ രൂപത്തോടുകൂടി സാമ്പ്രതം ഇപ്പോൾ അവതരിച്ചിരിക്കുന്നു. അപ്പൊ അങ്ങയുടെ അംശമായ ബലരാമനോടുകൂടി അങ്ങിപ്പോൾ അവതരിച്ചിരിക്കുകയാണ്. എന്തിനാണ്? സംസാരത്തിൽ ചുറ്റിക്കറങ്ങുന്ന ഭ്രമിക്കുന്ന ജനങ്ങളെ സംസാരസാഗരേ മഗ്നം ദീനം മാം കരുണാനിധേ കർമ്മഗ്രാഹഗൃഹീതാംഗം മാം ഉദ്ധരഭവാർണവാൻ. അപ്പൊ കാലമാകുന്ന മുതല പിടിച്ച് സംസാരത്തിൽ കിടന്ന് ചുറ്റിക്കറങ്ങുന്നവരെ ഉദ്ധരിക്കാൻ വേണ്ടി, അവർക്ക് മോക്ഷം കൊടുക്കാൻ, രക്ഷിക്കാൻ സമർത്ഥനായിരിക്കുന്ന ഭഗവാൻ അംശാവതാരമായ ബലരാമനോടുകൂടി ഇവിടെ അവതരിച്ചിരിക്കുന്നു. ഭഗവാൻ സർവലോകസ്യ ഭവായ വിഭവായ ച അവതീർണോ അംശഭാഗേന സാമ്പ്രതം പതിരാശിഷാം. ശ്ലോകം 36. നമഃ പരമ കല്യാണ നമഃ പരമ മംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. നമഃ പരമ കല്യാണ നമഃ പരമമംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. പരമകല്യാണ, ഉത്കൃഷ്ട ആനന്ദ സ്വരൂപ, അല്ലെങ്കിൽ മംഗളം നൽകുന്നവനെ. പരമമംഗള, ശ്രേഷ്ഠന്മാരായ ശിവാദികൾക്കും ആനന്ദത്തെ നൽകുന്നവൻ. വാസുദേവായ, വസുദേവപുത്രനായും ശാന്തായ, ശാന്തനുമായിരിക്കുന്ന യദൂനാം പതയെ, യദുക്കളുടെ നാഥനായിക്കൊണ്ട് നമസ്കാരം. അപ്പോൾ സൃഷ്ടിയാദി വ്യാപാരങ്ങളുടെ നാഥന്മാരായിരിക്കുന്ന ശിവൻ, ബ്രഹ്മാവ് തുടങ്ങിയവർക്ക് എല്ലാം ആനന്ദം നൽകുന്ന ഭഗവാൻ ഇപ്പോൾ വസുദേവന്റെ പുത്രനായി അവതരിച്ചിരിക്കുന്നു. അത് ഭക്ത സംരക്ഷണാർത്ഥമാണ്, യദുക്കളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. അങ്ങനെ യദുകുലനാഥനായ അങ്ങേക്ക് നമസ്കാരം. നമഃ പരമ കല്യാണ നമഃ പരമ മംഗള വാസുദേവായ ശാന്തായ യദൂനാം പതയേ നമഃ. ശ്ലോകം 37. അനുജാനീഹി നൗ ഭൂമൗ സ്തവാനുചര കിങ്കരൗ ദർശനം നൗ ഭഗവത ഋഷേറാസീദനുഗ്രഹാത്. അനുജാനാഹി നൗ ഭൂമൻ തവ അനുചര കിങ്കരൗ ദർശനം നൗ ഭഗവത ഋഷേഹേ ആസീദ് അനുഗ്രഹാത്. ഋഷേരാസീദ് അനുഗ്രഹാത്. ഋഷേഹേ ആസീദ് അനുഗ്രഹാത്. ഭൂമൻ സർവവ്യാപക തവ അങ്ങയുടെ അനുചരണ കിങ്കരവും ദാസന്മാരുടെ ദാസരായ നൗ ഞങ്ങളെ അനുജാനീഹി ഞങ്ങളെ അനുഗ്രഹിച്ചയച്ചാലും ഋഷേഹേ ഋഷിയുടെ അനുഗ്രഹാത് അനുഗ്രഹം കൊണ്ട്, നാരദ മഹർഷിയുടെ അനുഗ്രഹം കൊണ്ട് ഭഗവത അങ്ങയുടെ ദർശനം നൗ ഞങ്ങൾക്ക് ആസീതുണ്ടായി. അതായത് നാരദ മഹർഷി ശപിച്ചതുകൊണ്ടാണല്ലോ അങ്ങയുടെ ദർശനം ഞങ്ങൾക്കുണ്ടായത്. അപ്പോൾ അങ്ങനെ ആ ശാപം കാരണം ഞങ്ങൾക്ക് അങ്ങയുടെ ദർശനവും ഉണ്ടായി. അപ്പോൾ ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങ് അയച്ചാലും. അനുജാനീഹി നൗ ഭൂമൻ തവാനുചര കിങ്കരൗ ദർശനം നൗ ഭഗവത ഋഷേറാസീദനുഗ്രഹാത്. ശ്ലോകം 38. വാണീ ഗുണാനുകഥനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. പ്രധാനപ്പെട്ട ഒരു ശ്ലോകമാണ്, പ്രാർത്ഥനാ ശ്ലോകമാണ്. ഇതേ ഒരു ശ്ലോകമാണ് നമ്മൾ രാമായണത്തിൽ പഠിച്ചിട്ടുണ്ട്. വിരാധൻ ഭഗവാനെ സ്തുതിക്കുന്നത് എന്താണ്? വാണികൾ കൊണ്ട് നാമകീർത്തനം ചെയ്യാകേണം, പാണികൾ കൊണ്ട് ചരണാർച്ചനം ചെയ്യാകേണം, ശ്രോത്രങ്ങൾ കൊണ്ട് കഥാശ്രവണം ചെയ്യാകേണം, നേത്രങ്ങൾ കൊണ്ട് രാമലിംഗങ്ങൾ കാണാകേണം, ഉത്തമാംഗേ നമസ്കരിക്കായി വരേണമേ, ഉത്തമ ഭക്തന്മാർക്ക് ഭൃത്യനായി വരേണമേ. ഇതിന്റെ അർത്ഥമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
വാണി ഗുണാനുകഥനെ, വാണി വാക്കുകൊണ്ട്, ഗുണാനുകഥനെ അങ്ങയുടെ ഗുണങ്ങളെ കീർത്തിക്കുന്നതിനും. പിന്നെ ശ്രവണവും കഥായാം കാതുകൾ കൊണ്ടാണെങ്കിലോ അങ്ങയുടെ കഥകൾ കേൾക്കാനും. ഹസ്തൗച്ച കർമ്മസു കൈകൾ കൊണ്ടോ അങ്ങയ്ക്ക് വേണ്ടിയുള്ള പ്രവൃത്തികൾ ചെയ്യാൻ, അതായത് അങ്ങയുടെ ക്ഷേത്രങ്ങൾ അടിച്ചു തെളിക്കുക, പൂജയ്ക്ക് വേണ്ടുന്ന പുഷ്പങ്ങൾ പറിക്കുക, പിന്നെ അങ്ങയെ പൂജിക്കുക, ഇങ്ങനെയുള്ള അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ കയ്യ്. പിന്നെ മന തവ മനസ്തവ പാദയോർണ സ്മൃത്യാം, മനഃ മനസ്സ്, തവ അങ്ങയുടെ പാദയോഹോ പാദങ്ങളുടെ സ്മൃത്യ സ്മരണ, അങ്ങയുടെ പാദങ്ങളുടെ സ്മരണയ്ക്കാണ് മനസ്സ്. പിന്നെയോ ശിരസ്തവ ദിവാസ ജഗത് പ്രണാമേ, ശിര തല എന്താണ്, തവ ശിരഹ തവ അങ്ങയുടെ നിവാസ ജഗത് പ്രണാമേ അങ്ങയുടെ വാസസ്ഥലമായ ഭൂമിയുടെ നമസ്കാരത്തിന്, അതായത് ദണ്ഡ നമസ്കാരത്തിനും. ദൃഷ്ടി കണ്ണാണെങ്കിലോ സദാം ദർശനേ സ്തു അങ്ങയുടെ ദർശന കാഴ്ചയിലും അങ്ങയെ കാണാൻ വേണ്ടി, അസ്തു ഭവത്തനൂനാം അതായത് അങ്ങയുടെ ശരീരവും, അങ്ങയുടെ ശരീരം എന്ന് പറയുന്നത് അങ്ങയുടെ മൂർത്തികളായ സദാം സജ്ജനങ്ങളുടെ ദർശനം മതി. അങ്ങയുടെ ഭക്തന്മാരായിരിക്കുന്ന സജ്ജനങ്ങളുടെ ദർശനം കൊണ്ടും അങ്ങയുടെ ദർശനം സാധ്യമാണ്. അപ്പൊ അങ്ങനെ സജ്ജനങ്ങളുടെ, അതായത് ഞങ്ങൾക്ക് സത്സംഗവും ഉണ്ടാകട്ടെ. ഇപ്പോ നാരദ മഹർഷിയുടെ സത്സംഗം കൊണ്ടാണല്ലോ അങ്ങയെ ഞങ്ങൾക്ക് ദർശിക്കാൻ സാധിച്ചത്. അതുപോലുള്ള സത്സംഗം ഞങ്ങൾക്ക് ഉണ്ടാകണം. വാണി ഗുണാനുഗതനേ ശ്രവണൗ കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർന സ്മൃത്യാം ശിരസ്തവ ദിവാസ ജഗത് പ്രണാമ ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഹരി ഗോവിന്ദ. ശ്ലോകം 39. ശ്രീശുകവാച ഇദം സങ്കീർത്തിതസ്ഥാഭ്യാം ഭഗവാൻ ഗോകുലേശ്വര ദാംനാ ചോലൂഖലേ ബദ്ധ പ്രഹസന്നാഹ ഗുഹ്യഗൗ. ഇദം സങ്കീർത്തിതഃ താഭ്യാം ഭഗവാൻ ഗോകുലേശ്വരഃ ദാംനാ ച ഉലൂഖലേ ബദ്ധഃ പ്രഹസൻ ആഹ ഗുഹ്യഗൗ. ഇദം സങ്കീർത്തിത ഇപ്രകാരം താഭ്യാം അവർ രണ്ടുപേരാൽ സങ്കീർത്തിത സ്തുതിക്കപ്പെട്ടും, ദാംന കയർ കൊണ്ട്, ഉലൂഖലെ ഉരലിൽ, ബദ്ധക കെട്ടപ്പെട്ടും, ഗോകുലേശ്വരക വ്രജത്തിന് നാഥനായും ഇരിക്കുന്ന ഭഗവാൻ കൃഷ്ണൻ പ്രഹസൻ ചിരിച്ചുകൊണ്ട് ഗുഹ്യവും യക്ഷന്മാരോട് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഭഗവാനെ അവർ സ്തുതിച്ചപ്പോൾ ഭഗവാൻ ചിരിച്ചുകൊണ്ട് അവരോട് ഇങ്ങനെ പറയുകയാണ്. ഇനി ഭഗവാൻ പറയുന്നതാണ് 40-41. ശ്ലോകം 39 വായിക്കാം. ശ്രീശുകോവാച ഇദം സങ്കീർത്തിതസ്ഥാഭ്യാം ഭഗവാൻ ഗോകുലേശ്വര ദാംനാ ചോലൂഖലേ ബദ്ധ പ്രഹസന്നാഹ ഗുഹ്യഗൗ. ശ്ലോകം 40. ജ്ഞാതം മമ പുരൈവേദൃഷീണാം കരുണാത്മനാ യശ്രീമതാന്തയോർവാഗ്വേ വിഭ്രംശോനുഗ്രഹകൃതാം. ജ്ഞാതം മമ പുര ഏവ ഏതത്, അതാണ് പുരൈവേദത് ഋഷിണ, പുരൈവ ഏതത്, പുര ഏവ ഏതത് ഋഷിണ, ദൃഷിണ എന്ന് വായിക്കരുത്. ജ്ഞാതം മമ പുരൈവേദത് ഋഷിണ കരുണാത്മന യത് ശ്രീ മതാന്തയോഹോ, അതാണ് യത് ശ്രീ എന്ന് വന്നത്. യത് ശ്രീ മതാന്തയോഹോ വാഗ്ഭിഹി വിഭ്രംശഃ അനുഗ്രഹഃ കൃതഃ. കരുണാത്മന കരുണ സ്വരൂപനായിരിക്കുന്ന ഋഷിണ ഋഷിയാൽ വാഗ്ഭിഹി വാക്കുകളാൽ ശ്രീമതാന്തയോഹോ ഐശ്വര്യമതം കൊണ്ട് വിവേകശൂന്യരായ നിങ്ങൾക്ക് വിഭ്രംശക ഭ്രംശരഹിതമായിരിക്കുന്ന അഥവാ ഐശ്വര്യത്തിൽ നിന്ന് താഴുക എന്ന രൂപത്തിലിരിക്കുന്ന അനുഗ്രഹം കൃത ചെയ്യപ്പെട്ടു. അപ്പോൾ നിങ്ങൾ ആ ഉയർന്ന നിലയിൽ നിന്ന് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് നിങ്ങൾ താഴ്ന്ന നിലയിലേക്ക് വന്നു അല്ലേ. യക്ഷന്മാരായിരുന്ന ദേവന്മാരായിരുന്നത് ഇപ്പൊ വൃക്ഷങ്ങളായി അധപ്പതിച്ചു. ഏതെന്നോ അത് ഇത് പുരായേവ മുമ്പ് തന്നെ മമ എന്നാൽ ജ്ഞാതം അറിയപ്പെട്ടിരുന്നു. എനിക്കിത് മുമ്പേ തന്നെ അറിയാമായിരുന്നു. നിങ്ങളെ നാരദ മഹർഷി ശപിച്ചാണ് നിങ്ങൾ ഇവിടെ വന്ന് ഈ മരുത്തുമരങ്ങളായി നിന്ന് എന്ന് എനിക്ക് പണ്ടേ അറിയാമായിരുന്നു. ശ്ലോകം 40. ജ്ഞാതം മമ പുരൈവേദ ഋഷിണാം കരുണാത്മന ശ്രീമതാന്തയോർവാഗ്വീർ വിഭ്രംശോ അനുഗ്രഹകൃതഃ.
ശ്ലോകം 41. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃതാത്മനാം ദർശനാജ്ഞോ ഭവേത് ബന്ധ പുംസാക്ഷണോ സവിതുര്യഥാ. സാധൂനാം സമചിത്താനാം സുതരാം മത്കൃത ആത്മനാം ദർശനാത് നോ ന ഭവേത് ബന്ധഃ പുംസഃ അഷ്ണോഃ സവിദുഃ യഥാ. സാധൂനാം സാധുക്കൾ, സജ്ജനങ്ങൾ, സമചിത്താന ആത്മാവിനെ അറിഞ്ഞവരും സജ്ജനങ്ങളും ആത്മാവിനെ അറിഞ്ഞവരും, സുതര ഏറ്റവും മത്കൃതാത്മന എന്നിൽ വയ്ക്കപ്പെട്ട മനസ്സോട് കൂടിയവരുമായുടെ ദർശനാത് കാഴ്ച കൊണ്ട്, സവിദുഹു ദർശനാത് സൂര്യന്റെ ദർശനം കൊണ്ട്, അഷ്ണോഹോ കണ്ണുകൾക്കെന്ന പോലെ, അതായത് ഇരുട്ട് വരുമ്പോൾ നമുക്കൊന്നും കാണാൻ പറ്റൂല, സൂര്യൻ വരുമ്പോഴോ കണ്ണിന് നമുക്ക് കാഴ്ച കിട്ടും, കാണാൻ പറ്റും. അപ്പൊ അങ്ങനെ സൂര്യന്റെ ദർശനത്തെ കണ്ണിന് നമുക്കെല്ലാം കാണാൻ സാധിക്കുന്നത് പോലെ, അല്ലെങ്കിൽ ഇരുട്ട് അകലുന്നത് പോലെ, പുംസഹ പുരുഷന് ബന്ധം ന ഭവേ ഇല്ലാതായി തീരും. അപ്പോ സൂര്യന്റെ ദർശനം കൊണ്ട് മനുഷ്യർക്ക് കാഴ്ച എല്ലാത്തിനെയും കാണാൻ സാധിക്കും, അല്ലെങ്കിൽ ഇരുട്ടകലുന്ന പോലെ എന്റെ ദർശനം കൊണ്ട് നിങ്ങളുടെ ബന്ധം, കർമ്മബന്ധം എല്ലാം ഇല്ലാതാകുന്നു. സൂര്യന് അന്ധകാരത്തെ നശിപ്പിക്കുന്നത് പോലെ സാധുക്കൾ എന്ത് ചെയ്യുന്നു? അവിവേകത്തെ നശിപ്പിക്കുന്നു. അവിവേകം നശിച്ചാൽ പിന്നെ സംസാര ബന്ധനവും ഇല്ല. അപ്പൊ എന്റെ ഭക്തനായ നാരദൻ നിങ്ങളെ ശപിച്ചതുകൊണ്ടാണ് നിങ്ങൾ മരുത്തുമരങ്ങളായത്, അല്ലെ? അപ്പൊ ആ സാധുക്കളുടെ, ആ സജ്ജനങ്ങളുടെ സംഘം കൊണ്ട് നിങ്ങളുടെ അവിവേകം നശിച്ചിരിക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് ഇനി സംസാര ബന്ധനവും ഉണ്ടാവുകയില്ല. സാധൂനാം സമചിത്താനാം സുതരാമത്കൃതാത്മനാം ദർശനാജ്ഞോ ഭവേത് ബന്ധ പുംസോ അഷ്ണോ സവിതുര്യഥാം. ശ്ലോകം 42. തദ്ഗച്ഛതം മത്പരമോ നളകൂവര സാധനം സംജാതോ മയി ഭാവോ വാം ഈപ്സിത പരമോ ഭവഃ. തദ്ഗച്ഛതം മത്പരമോ നളകൂവര സാധനം സംജാതോ മയി ഭാവഃ വാം ഈപ്സിതഃ പരമഃ അഭവഃ. നളകൂപര, ഹേ നളകൂപര, തത് അത് ഹേതുവായിട്ട് മത്പരമോ എന്നിൽ ഭക്തിയോടുകൂടിയവരായി സാധനം ഭവനത്തെ ഗച്ഛതം ഗമിക്കുവിൻ. അപ്പൊ നിങ്ങൾക്ക് എന്നിൽ ഭക്തി ഉണ്ടാവും. അങ്ങനെയാണല്ലോ അവർ പ്രാർത്ഥിച്ചത്, അങ്ങയിൽ നിങ്ങൾക്ക് ഭക്തി ഉണ്ടാകണം. അപ്പൊ നിങ്ങൾക്ക് എന്നിൽ ഭക്തി ഉണ്ടാവും. പരമ ഉത്കൃഷ്ടമായും അഭവ ജന്മരഹിതമായും ഈപ്സിത ഇച്ഛിക്കപ്പെട്ടതായും ഇരിക്കുന്ന മൈ എന്നിൽ ഭാവഹ ഭക്തി സംജാത വേണ്ടതുപോലെ ഉണ്ടായി. അപ്പോൾ ഇപ്പൊ നിങ്ങൾ മരുത്തുമരങ്ങളായപ്പോൾ തന്നെ നിങ്ങൾക്ക് എന്നില് ഭക്തി ഉറച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് നിങ്ങൾ പോകുകയും നിങ്ങൾക്ക് ആഗ്രഹിച്ച ഭക്തി ഉണ്ടായി. ഇനിമേൽ നിങ്ങൾക്ക് സംസാര ബന്ധമോ അത് നിമിത്തം ജനനമോ ഉണ്ടാവുകയില്ല. നിങ്ങളിരിക്കുന്ന സ്ഥാനത്ത് ഇരുന്ന് കാലം കഴിയുമ്പോൾ നിങ്ങൾ മുക്തരായി ഭവിക്കും. ശ്ലോകം 42. തത് ഗച്ഛതം മത്പരമോ നളകൂപര സാധനം സംജാതോ മയി ഭാവോ വാമീപ്സിത പരമോ ഭവ. ശ്രീശുകവാച. ശ്ലോകം 43. ഇത്യുക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ ച പുനഃ പുനഃ ബദ്ധോ ലൂഖല ആമന്ത്രിയ ജഗ്മദുർദിശ ഉത്തരാം. ഇതി ഉക്തൗ തൗ പരിക്രമ്യ പ്രണമ്യ സ പുനഃ പുനഃ ബദ്ധ ഉലൂഖല ആമന്ത്രിയ ജഗ്മദുഹു ദിശം ഉത്തരാം. ഇതി ഇപ്രകാരം പറയപ്പെട്ട, ഭഗവാനാൽ ഇപ്രകാരം അരുളി ചെയ്തതെല്ലാം കേട്ട ശേഷം, അതായത് നിങ്ങൾക്ക് എന്നിൽ ഭക്തി ഉണ്ടാകും, ഇനി നിങ്ങളുടെ ജീവിതകാലം കഴിയുമ്പോൾ നിങ്ങൾക്ക് മുക്തിയും ഉണ്ടാകും. അവർ രണ്ടുപേർ പരിക്രമ്യ ഭഗവാനെ പ്രദക്ഷിണം വച്ചിട്ട് പുനഃ പുനഃ വീണ്ടും വീണ്ടും പ്രണമ്യ വീണ്ടും ഭഗവാനെ നമസ്കരിച്ചിട്ട് ബദ്ധോ ഉലൂഖലത്തിൽ ബന്ധിക്കപ്പെട്ടവനോട്, ഭഗവാൻ ഇപ്പോഴും ഉലൂഖലത്തിൽ ബന്ധിച്ചിരിക്കുകയാണ്, ആ മന്ത്രിയെ യാത്ര പറഞ്ഞിട്ട് ഉത്തരദിശിനെ വടക്ക് ദിക്കിനെ ജഗ്മധു ഗമിച്ചു വടക്ക് ദിക്കിലേക്ക് അവർ പോയി. അപ്പോൾ ഇപ്രകാരം ഭഗവാൻ അരുളി ചെയ്തതെല്ലാം കേട്ടു. എന്നിട്ട് നളകൂപരനും മണിഗ്രീവനും വീണ്ടും ഭഗവാനെ പ്രണമിച്ചു, നമസ്കരിച്ചു, പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ചു. അവർക്ക് സന്തോഷമായി. ഉരലിൽ ബന്ധിച്ചു കിടക്കുന്ന അത്ഭുത ബാലനോട്, ആ ദാമോദരനോട്
യാത്ര ഉണർത്തിച്ച് വടക്ക് ദിക്കിലേക്ക് പോവുകയും ചെയ്തു. അപ്പോൾ ഭഗവാൻ ദാമോദരൻ എന്ന പേര് കിട്ടാൻ കാരണം ഈ ഉലൂഖല ബന്ധനമാണ്. ദാമം ഉദരത്തിൽ കെട്ടിയിരിക്കുന്നത് കൊണ്ടാണ് ദാമോദരൻ എന്ന് ഭഗവാന് പേര് കിട്ടിയത്. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ ദശമസ്കന്ധേ താമസ നിരോധന നിരൂപണ പ്രകരണേ യമുനാർജുന മുക്തി നിരൂപണം നാമ ദശമോധ്യായ സമ്പൂർണം. പ്രത്യൂഷസേലുദ്ധീധര കൈകഴുകി ഭദ്രദീപം കത്തിച്ചുടൻ കട്ടത്തൈ കടഞ്ഞിടുമ്പോൾ ആമോദമോടമ്പാടിയിൽ പെൺകിടാങ്ങൾ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഹരി ഗോവിന്ദ. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്. ഹരി ഓം തത്സത്.